വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പ്രത്യാശയില്ലാതെ പരാജയത്തിൻ്റെ മാത്രം കഥ പറയുന്ന അനേകരുണ്ട്. എന്നാൽ പരാജയത്തിൻ്റെ വക്കിൽ നിൽക്കുമ്പോഴും തങ്ങളുടെ പ്രത്യാശയെക്കുറിച്ച് ധൈര്യത്തോടെ സാക്ഷിച്ച 3 യഹൂദ പുരുഷന്മാരെ ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. ബാബൽ രാജാവായ നെബൂഖദ്നേസർ രാജാവ് നിർത്തിയ സ്വർണ്ണബിംബം. വാദ്യനാദങ്ങൾ കേൾക്കുമ്പോൾ എല്ലാവരും ബിംബത്തെ നമസ്കരിക്കണം. നമസ്കരിക്കാത്തവരെ അഗ്നിച്ചൂളയിൽ എറിഞ്ഞു കളയും. ഇത് രാജാവിൻ്റെ കൽപ്പനയാണ്. ഈ കൽപ്പന അനുസരിക്കുവാൻ ഈ പുരുഷന്മാർ തയ്യാറായില്ല. രാജാവിൻ്റെ കൽപ്പന നിരസിച്ച ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നിവരോട് രാജാവ് പറയുന്നത്, നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ ഏത് ദേവന് കഴിയും? ദാനിയേൽ 3:15. രാജാവ് തങ്ങളെ അഗ്നിച്ചൂളയിൽ എറിയുമെന്നും തങ്ങൾ വെന്തരിയുമെന്നും അവർക്കറിയാം. പരാജയപ്പെടാവുന്ന സാഹചര്യത്തിലും രാജകൽപ്പനയെ അവർ നിരസിച്ചു. രാജാവിൻ്റെ മുൻപിൽ ഭയപ്പെടാതെ നിന്നതിന് 2 കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, അവർ ദൈവത്തിൻ്റെ സംരക്ഷണയിൽ വിശ്വസിച്ചു. ദൈവത്തിൻ്റെ സ്ഥാനം അവകാശപ്പെട്ട് നെബൂഖദ്നേസർ സർവ്വജനത്തിൻ്റെയും ചിന്താ സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ആരാധനാ സ്വാതന്ത്ര്യവും നിഷേധിച്ചപ്പോൾ ഈ 3 യഹൂദ പുരുഷന്മാർ രാജാവിൻ്റെ കൽപ്പനയ്ക്കെതിരായി ശബ്ദമുയർത്തി. അതിന് കാരണം അവർ ദൈവത്തിൻ്റെ അതുല്യവും അജയ്യവുമായ ശക്തിയിലും സംരക്ഷണയിലും ഉറപ്പോടെ വിശ്വസിച്ചു എന്നതായിരുന്നു. നെബൂഖദ്നേസറിൻ്റെ അധികാരവും ശക്തിയും അവർക്കറിയാമായിരുന്നു. ഞങ്ങളെ തീച്ചുളയിൽ എറിയുവാൻ രാജാവിന് അധികാരമുണ്ടെന്നും തീച്ചുളയിൽ എറിയപ്പെട്ടാൽ ഞങ്ങൾ വെന്തരിയുമെന്നും അവർക്കറിയാമായിരുന്നു. വെന്തരിയും എന്നുള്ള നിശ്ചയം അവരെ നിരാശപ്പെടുത്തിയില്ല. അവർ രാജകൽപ്പനയെ ഭയപ്പെട്ടതുമില്ല. അതിന് കാരണം അവരുടെ ദൃഷ്ടി ഭയാനകമായ സാഹചര്യത്തിലേക്കോ തീച്ചുളയിലേക്കോ അല്ലായിരുന്നു. സർവശക്തനായ ദൈവത്തിൽ മാത്രം അവർ ദൃഷ്ടി ഉറപ്പിച്ചു. അവർ രാജാവിനോട് പറയുന്നത്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിക്കുകയുമില്ല. 3:17-18 വാക്യങ്ങൾ. തീച്ചുളയിൽ എറിയപ്പെട്ടാലും കഷ്ടതയോ പട്ടിണിയോ ജയിലോ എന്തു തന്നെ സംഭവിച്ചാലും ദൈവത്തിൻ്റെ സംരക്ഷണയിലും അവൻ്റെ ശക്തിയിലും ഈ യഹൂദ പുരുഷന്മാരെ പോലെ ഉറച്ചു വിശ്വസിപ്പാൻ നമുക്ക് കഴിയുമോ? ഈ ഉറച്ച വിശ്വാസമുണ്ടായിരുന്ന പൗലോസ് പറഞ്ഞു, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുവാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. റോമർ 8:38-39 വാക്യങ്ങൾ. ഈ വിശ്വാസത്തോടും നിശ്ചയത്തോടും ഭയപ്പെടാതെ ദൈവത്തിൻ്റെ സംരക്ഷണയിൽ നമുക്കും ഉറച്ചു നിൽക്കാം. 2, ദൈവം തങ്ങളോട് കൂടി ഉണ്ടെന്ന് അവർ വിശ്വസിച്ചു. അവർ രാജാവിനോട് പറയുന്നത്, അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല. അല്ലെങ്കിലും എന്ന പദം അർത്ഥവത്താണ്. ഞങ്ങളുടെ ദൈവം രാജാവിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചില്ല എങ്കിലും, അതായത് തീച്ചുളയിൽ വീണ് എരിഞ്ഞമർന്നാലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല. ഇന്ന് നമ്മൾ എങ്ങനെയാ ദൈവത്തോട് പറയുന്നത്? നീ എൻ്റെ പ്രാർത്ഥന കേട്ടാൽ ഞാൻ നിന്നോട് പറ്റിച്ചേർന്ന് നിൽക്കാം. നീ എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ മകന് രോഗസൗഖ്യം നൽകിയാൽ ഞാൻ അവനെ ഒരു പട്ടക്കാരനാക്കാം. നീ എനിക്ക് അത് തന്നാൽ, നീ എനിക്കിത് തന്നാൽ, നീ എന്നെ അനുഗ്രഹിച്ചാൽ, നീ എനിക്ക് സൗഖ്യം നൽകിയാൽ. ഇപ്രകാരമല്ലേ നാം പ്രാർത്ഥിക്കുന്നത്? കാര്യസാധ്യത്തിനായി കർത്താവിന് നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്ന വിശ്വാസിയാണോ ഞാനും നീയും? ഇവിടെ ഹബക്കൂക്കിൻ്റെ പ്രാർത്ഥന നാം ശ്രദ്ധിക്കണം. അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാവുകയില്ല, ഒലിവുമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഹബക്കൂക്ക് 3:17-18 വാക്യങ്ങൾ. എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു കൊള്ളട്ടെ, ഒരു ഫലവും ലഭിക്കാതിരിക്കട്ടെ, എങ്കിലും ഞാൻ യഹോവയിൽ മാത്രം ആശ്രയിക്കുമെന്ന് പറയുവാൻ നമുക്ക് കഴിയണം.
ഈ യഹൂദപുരുഷന്മാർ പറയുന്നത്, ദൈവം തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കും, ഇല്ല എങ്കിലും നിന്റെ കൽപ്പന പ്രകാരം ബിംബത്തെ നമസ്കരിക്കുകയില്ല. കോപാകുലനായ രാജാവ് ഇവർ മൂവരെയും തീച്ചൂളയിൽ എറിഞ്ഞു. തീച്ചൂളയുടെ ചൂടിനാൽ അവരെ എറിയുവാൻ കൊണ്ടുപോയവർ വെന്തെറിഞ്ഞു. എന്നാൽ തീയിൽ വീണ മൂവരെ രക്ഷിപ്പാൻ നാലാമത് ഒരുവനായി ദൈവം അഗ്നിച്ചൂളയിലേക്ക് ഇറങ്ങിച്ചെന്നു. ദൈവത്തിൻ പുത്രന്മാരെ ഘോരമഗ്നിയിലെറിഞ്ഞപ്പോൾ നാലാമതൊരുവനായി അഗ്നിയിലിറങ്ങിയോൻ, നാലാമതൊരുവനായി അഗ്നിയിലിറങ്ങിയോൻ ആ ദൈവം നമ്മോടു കൂടെയുണ്ട്. താഴ്ചയിൽ അവൻ നമ്മെ ഓർത്തിടുമേ, ശാശ്വത പാറയിൽ നിർത്തിയിടുമേ. താഴ്ചയിൽ അവൻ നമ്മെ ഓർത്തിടുമേ, ശാശ്വത പാറയിൽ നിർത്തിയിടുമേ. അതെ, അഗ്നിച്ചൂളയിലും നമ്മോടുകൂടെ നടക്കുന്നവനാ നമ്മളുടെ ദൈവം. കർത്താവേ, നിന്റെ സംരക്ഷണയിലും സാന്നിധ്യത്തിലും ഉറച്ചു വിശ്വസിപ്പാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. തീച്ചൂള സിംഹക്കുഴി